ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോഷി യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എങ്ങനെയാണ് കോഷി ഓയിലർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് വൈ ഡാഷ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ, അതേപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഷി ഓയിലർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനൊരു ഫോമിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അത് കോഷി ഓയിലർ ഇക്വേഷൻ്റെ ഫോമാണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്തറിയണം? അതിനെ എങ്ങനെ ഓക്സിലറി ഇക്വേഷനായിട്ട് മാറ്റി എഴുതാം. അപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഓക്സിലറി ഇക്വേഷനിലോട്ട് പോവുകയാണ്. ഓക്സിലറി ഇക്വേഷൻ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കോഷി ഓയിലർ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഈക്വൽ ടു 0. അവിടെ എ എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റാണ്. എക്സ് വൈ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ കോഎഫിഷ്യൻ്റാണ്. അതേപോലെ വൈയുടെ കോഎഫിഷ്യൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യണം ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് റൂട്ട്സ് M1 M2 എന്ന് പറയുന്ന റൂട്ട് ഡിസ്റ്റിങ്ക്റ്റും റിയലും ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? y is equal to c1 x raised to m1 plus c2 x raised to m2 ആയിരിക്കും. ഇനി അഥവാ റിപ്പീറ്റഡ് റൂട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ആ റൂട്ട് m ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 x raised to m plus c2 x raised to m log x. ഇനി നമുക്ക് കിട്ടുന്ന റൂട്ട് കോംപ്ലക്സ് ആണെങ്കിൽ, ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് ലഭിക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? y is equal to x raised to ആൽഫ c1 cos ബീറ്റ log x plus c2 sin ബീറ്റ log x. ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി നമ്മൾക്ക് അവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോഷി ഓയിലർ ഇക്വേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 15y ഈക്വൽ ടു 0. ഇതാണ് ഒരു കോഷി ഓയിലർ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ജനറൽ ഫോമിലാണ് അല്ലേ കോഷി ഓയിലർ ഇക്വേഷൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതണം? ഓക്സിലർ ഇക്വേഷൻ എഴുതണം അല്ലേ. അപ്പോൾ ഓക്സിലർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ കോഷ്യൻ്റ് നെഗറ്റീവ് സൈനാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോഷ്യൻ്റ് എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എം സ്ക്വയർ പ്ലസ് എക്ക് പകരം -1 കൊടുക്കാം. അതേപോലെ വൈയുടെ കോഷ്യൻ്റ് എന്താണ്? -15 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് -15 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ -1 -2 -15 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓക്സിലറി ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് എന്ത് കിട്ടും നോക്കാം. ബി എന്ന് പറയുന്നത് -2. അപ്പോൾ നമുക്ക് എന്ത് വരും? -2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എം സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് 1, സി എന്ന് പറയുന്നത് ഇവിടെ -15 ഇൻറ്റു -15. അത് നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. -2ൻ്റെ സ്ക്വയർ 4, പിന്നെ -4 ഇൻറ്റു 1 ഇൻറ്റു -15. അപ്പോൾ നമുക്ക് -60 ആയിരിക്കും കിട്ടുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 + 60 which is equal to 64
ഇതാണ് നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എം ഇസ് ഈക്വൽ ടു നമുക്കറിയാം അല്ലേ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതാണ് ഫോർമുല. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്യാം. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് 2, സോ ദിസ് ഇസ് 2 പ്ലസ് ഓർ മൈനസ് root 64 by 2 into 1, 2. So this is equal to 2 plus or minus root 64 is 8 by 2. So this is equal to 2 plus 8, 10 by 2 and 2 minus 8, minus 6 by 2. So നമുക്ക് എന്ത് പറയാം m is equal to 10 by 2, 5 and minus 6 by 2 is minus 3. So the roots are 5 and minus 3. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന എന്താണ് റിയൽ റൂട്ടുകളാണ്, ഡിസ്റ്റിങ്ക്റ്റും ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ എഗെയിൻ നമ്മുടെ കണ്ടീഷനിലോട്ട് വരാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് ദ റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ദെൻ y is equal to c1 x raised to m1 plus c2 x raised to m2. അപ്പോൾ നമുക്കവിടെ ജസ്റ്റ് സൊല്യൂഷൻ എഴുതാം. y is equal to c1 x raised to m1 plus c2 x raised to m2. So this implies y is equal to c1 x raised to 5 plus c2 x raised to minus 3. So the solution is c1 x raised to 5 plus c2 x raised to minus 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഷി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ്, അപ്പോൾ y of 1 is equal to 0 അല്ലെങ്കിൽ y dash of 1 is equal to 8 അങ്ങനെയൊക്കെ നമുക്ക് കണ്ടീഷൻസ് തരികയാണെങ്കിൽ c1ഉം c2ഉം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൂടി നമ്മുടെ സൊല്യൂഷനിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് കോഷി ഓയിലർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. താങ്ക് യു.